നമസ്കാരം. കേരള തീരത്തിന് സമീപം തീപിടിച്ച സിംഗപ്പൂർ ചരക്ക് കപ്പലിൻ്റെ രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ്. തീരരക്ഷാസേനയും നേവിയുമാണ് ഇതിൽ സജീവമായി പങ്കെടുക്കുന്നത്. ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം, ഈ കപ്പലിൽ അപകടകരമായ ചില വസ്തുക്കൾ ഉണ്ടായിരുന്നു, അതായത് അപായം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചില വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്നാണ്. എന്നാൽ അവയുടെ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല. ഒരുപക്ഷെ അതിലുണ്ടായ എന്തെങ്കിലും മാറ്റങ്ങളാണോ ഈ പൊട്ടിത്തെറിക്ക് കാരണം എന്ന് ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. കാരണം കപ്പലിൽ നിന്ന് നിരവധി തവണ പൊട്ടിത്തെറി കേട്ടതായിട്ടാണ് പറയപ്പെടുന്നത്. ഈ കപ്പലിലെ 18ഓളം ജീവനക്കാർ കടലിൽ ചാടി രക്ഷപ്പെടുകയായിരുന്നു. പലർക്കും പരിക്കേറ്റിട്ടുമുണ്ട്. കപ്പലിലുള്ള വസ്തുക്കൾ പലതും വേഗത്തിൽ തീവളരുന്നത് ആയതുകൊണ്ട് തന്നെ രക്ഷാദൗത്യത്തിൽ ഇന്ത്യൻ നാവികസേനയും അതുപോലെ നമ്മുടെ തീരരക്ഷാസേനയൊക്കെ തന്നെ വളരെ സജീവമായിട്ടാണ് പങ്കെടുക്കുന്നത്. അടിയന്തരമായി തന്നെ ഇതിൻ്റെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അധികൃതർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കപ്പലിൻ്റെ ഡെക്കിലാണ് സ്ഫോടനമുണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. രക്ഷാദൗത്യത്തിനായി 4 കപ്പലുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാരിലെ ഏതാണ്ട് 11ഓളം പേരെ കാണാനില്ല എന്നും പറയുന്നുണ്ട്. MV വാൻഹായ് എന്ന ഈ കപ്പൽ ശ്രീലങ്കയിലെ കൊളംബോയിൽ നിന്ന് നവി മുംബൈയിലേക്ക് വരികയായിരുന്നു. ഇതിലെന്തൊക്കെയാണ് വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച വിവരങ്ങൾ ഇനിയും ലഭ്യമായിട്ടില്ല. ഇതിലെ പല കണ്ടെയ്നറുകളും കടലിലേക്ക് വീണതായിട്ടാണ് പറയപ്പെടുന്നത്. കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകളാണ് ഇപ്പോൾ പ്രധാനമായും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. നാവികസേനയും അതുപോലെ മറ്റെല്ലാവിധ സൈനിക വിഭാഗങ്ങളുമൊക്കെ സംയുക്തമായിട്ടായിരിക്കാം ഒരുപക്ഷെ രക്ഷാദൗത്യത്തിൽ ഇനി അങ്ങോട്ട് പങ്കെടുക്കാൻ പോകുന്നത്. ഏതായാലും രക്ഷാദൗത്യം കൂടുതൽ കഠിനമാകാൻ തന്നെയാണ് സാധ്യത. വേഗത്തിൽ തീപിടിക്കുന്ന പല വസ്തുക്കൾ ഈ കപ്പലുണ്ടായിരുന്നു എന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ രക്ഷാദൗത്യം വളരെ കഠിനമായതായിരിക്കും എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. എങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാവികസേനയും തീരരക്ഷാസേനയും ഒക്കെ തന്നെ എല്ലാവിധ സന്നാഹങ്ങളും സ്വന്തമായിട്ടുള്ളതാണെന്നുള്ളത് കൊണ്ട് തന്നെ എത്രയും വേഗം തീ അണച്ച് ഇതിലെ യാത്രക്കാരെയൊക്കെ തന്നെ രക്ഷപ്പെടുത്താനും ആർക്കെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ചികിത്സ നൽകാനുമൊക്കെയുള്ള എല്ലാവിധ സംവിധാനങ്ങളുമുള്ള കപ്പലുകൾ തന്നെയാണ് നമുക്കുള്ളത്. കപ്പലിലെ ജീവനക്കാരായ 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കപ്പലിൻ്റെ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും കപ്പലിൽ തന്നെ തുടരുന്നു എന്നാണ് റിപ്പോർട്ട്.